ആരോടാ പറയണേ? ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ പറയുന്നത്? ആ ഹബീബിൽ നിന്ന് ദീൻ നേർക്കുനേരെ സ്വീകരിച്ച ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയാൻ, അതൂബു ഇലല്ലാഹ്, അല്ലാഹുവോട് ഞാൻ തൗബ ചോദിക്കുന്നു, കഴിഞ്ഞില്ല. വ ഇലാ റസൂലിഹി, റസൂലിനോട് ഞാൻ തൗബ ചെയ്യുന്നു. ഏത് വിഷയത്തിൽ? മാദാ അദ്നബ്തു, ഞാൻ ചെയ്ത ദോഷത്തിൽ നിന്ന് തൗബ ചെയ്യുന്നത് അള്ളാഹുവിനോട് മാത്രമല്ല, തിരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാ. റസൂലിനോട് തൗബ ചെയ്യുന്നുണ്ട്. അഷ്കു വേണ്ട, അതൂബ് തന്നെ ആയാലും കുഴപ്പമില്ല. ധൈര്യമായിട്ട് ഓദ്യം പൊന്നു സുന്യാളെ, ഇർതകബതു അലൽ ഖത ഗൈറ ഹസിരിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നബിയെ, അങ്ങയോട് ഞാൻ ചെയ്ത ദോഷത്തിന്റെ കാര്യത്തിൽ തൗബ ചെയ്യുന്നു ഹബീബേ സയ്യിദേ മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ശിർക്ക് ചെയ്തു. തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശിർക്കിന് പ്രൊട്ടക്ഷൻ നൽകിയോ? എന്തു പറയും വഹാബി? പരിശുദ്ധ സുന്നത്താണ്, ഹദീസാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളോട് സംസാരിക്കുമ്പോ അങ്ങനെയാ, സുന്നത്തെ പറയൂ, ഖുർആനെ ഉദ്ധരിക്കൂ. നിങ്ങൾ വന്ന് വിശദീകരിക്ക്, ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ. കഴിഞ്ഞില്ല. വേറൊന്നെന്താ? നമ്മളവിടെ വന്ന് പ്രസംഗിച്ച സാധു സുന്നീന്ന് വിട്ടുപോയത് എന്താത്രേ? ഓങ്ങനെ മൗലൂദിന് പോയത്രേ. അപ്പൊ ഇങ്ങനെ ആദ്യം ഇർത്തകബത്തു, അതിന് കുറച്ചൊക്കെ മറുപടി അവന് കിട്ടുമായിരുന്നു. പിന്നെങ്ങനെ കേട്ട് അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീറു. ഇത് കേട്ടപ്പോ അതിന് സുന്നീന്ന് ശ്രൂ പറഞ്ഞ് പോയി. ഇത് കേട്ടിട്ട് സുന്നിക്ക് ഇങ്ങോട്ട് പോര് കുട്ടി അല്ലേ? അതിന് പോഞ്ഞ് എവിടുന്നാ പോരാന്ന് നിശ്ചയം ഉണ്ടാവില്ല. ഏതാ ഗ്രൂപ്പ് നിക്കണ സ്ഥലം കൃത്യത അല്ലാതെ അപ്പൊ നിക്കണേ അല്ലേ? അല്ലെങ്കിൽ നീ വന്നിട്ട് വിശദീകരിക്ക്, ഇതിന് ശേഷം വന്നോ, എന്നിട്ടൊരു പരിപാടിയും കൂടി വെക്ക്, എന്നിട്ട് വന്നിട്ട് പറയാം ഞാൻ പോയത് ശരി തന്നെയാണ് എന്ന് വിശദീകരിക്ക് അല്ലേ? അബ്ദുക്കൽ മിസ്കീനു യർജു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയാണ് ഞാൻ എന്ന് പറഞ്ഞു. പറയണേ, തിരു ഹദീസ് ഇതേക്കുറിച്ച് എന്തു പറയുന്നു നോക്കൂ നിങ്ങൾ. ലമ്മ വല്ല ഉമർ റളിയല്ലാഹു അൻഹു خطب الناس على منبر رسول الله صلى الله عليه وسلم فحمد الله وأثنى عليه ثم قال يا أيها الناس إني قد كنت علمت أنكم كنتم تصفون مني شدة وغلة وذلك أني كنت مع رسول الله صلى الله عليه وسلم فكنت عبده وخادمه. سيدنا عمر الفاروق റളിയല്ലാഹു തആല അൻഹു, മഹാനുഭാവൻ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഖിലാഫത്ത്, രാജ്യത്തിന്റെ ഖിലാഫത്ത് ഏറ്റെടുക്കാൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് ശേഷം, അങ്ങനെ ഖലീഫയായതിനു ശേഷം തന്റെ നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ വേണ്ടി മിമ്പറിലേറി, പരിശുദ്ധ റസൂൽ തൗഹീദ് പഠിപ്പിച്ച മിമ്പർ, അതിന്മേലേറി നിന്നുകൊണ്ട് സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ വെച്ച് പറയുകയാണ്, അന്നി കുന്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫകുന്തു അബ്ദഹു വഖാദിമഹു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അബ്ദഹു, ഫകുന്തു ഞാനായിരുന്നു, അബ്ദഹു നബിയുടെ അടിമയായിരുന്നു, വഖാദിമഹു മഹാനുഭാവന്റെ സേവകനുമായിരുന്നു.
അന്ന് അടിമ സമ്പ്രദായം നിലനിന്നിരുന്നു. ആ അടിമത്തല്ല. നമ്മൾ പാട്ട് പാടുന്നുണ്ടല്ലോ മൗലൂദത്തെ, അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലക്കൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീറു യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹ് അലൈക്കും. നമ്മളാ പാടുന്ന അതേ അബദ്. ആ അടിമയാണ്, അല്ലാതെ അടിമ സമ്പ്രദായം എന്ന് പറഞ്ഞ ആ പരിപാടിയല്ല. അടിമയാണ്. ആയിരക്കണക്കിന് സ്വഹാബികൾ കേട്ടു നിൽക്കെ താൻ അടിമയാണ് പരിശുദ്ധ റസൂലിന്റെ എന്ന് മിമ്പറിൽ കയറി പരസ്യ പ്രസ്താവം നടത്തിയിട്ട് അത് ശരിയല്ലെന്ന് പറയാൻ ഒരു സഹാബി പോലും എണീറ്റ് നിന്നില്ല. തിരു ഹദീസ് വളരെ വ്യക്തമായി പഠിപ്പിക്കുക അല്ലേ. ഈ സാധുങ്ങാനും അന്നുണ്ടെങ്കിൽ വണ്ടിയിട്ടുണ്ടാവും. ദീനുൽ ഇസ്ലാം ഒന്ന് പോയാലോ. ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കണ മാതിരി ധൈര്യം കിട്ടൂല പനി. കാരണം അബ്ദു എന്നാ പറഞ്ഞ് ഉമർ പേച്ച് പോയിട്ടാ ഞാൻ അങ്ങോട്ട് പോവുക അല്ലേ. യഥാർത്ഥമായ ദീനിൽ നിന്നല്ല നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, യഥാർത്ഥ ഇസ്ലാമിൽ നിന്നുകൊണ്ടല്ല നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്ന തിരിച്ചറിവിലേക്ക് നിങ്ങൾ വരണം അല്ലേ. ഇനിയും ഒരുപാട് ഈ വിഷയകമായി പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവരെത്രത്തോളം ആർജവത്വം കാട്ടുമെന്നൊന്ന് നോക്കട്ടെ. ഇന്നൊരു ടെസ്റ്റ് ഡോസ്, ഒരു ടെസ്റ്റ് ഡോസ് ഇനി കൊടുന്നോണ്ടി. ആ മാലിയിലൊക്കെ ഒരുപാടുണ്ട്, അതൊക്കെ ഏറ്റു വരേണ്ടി അല്ലേ. എന്നെ പിടിച്ചവർ ഇടറുന്ന നേരത്ത് അല്ലേ, അവർ കൈ പീഡിപ്പാൻ ഞാനെത്തും എന്നോവർ. അങ്ങനെ ഒരുപാട് ഓവറായി നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് നിങ്ങളെ കൂട്ടത്തിൽ. ഓവറാണ് ഓവറാണ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. ഒന്ന് വന്നിട്ട് വിശദീകരിക്കുക ഇൻഷാ അല്ലാഹ്. ഈ രീതിയിൽ പരിശുദ്ധ മൗലിദിലെ വരികളിൽ ശിർക്കാരോപണം നടത്തി മൗലിദ് ശരിയല്ല എന്ന് പറയുന്നു. പച്ചക്കള്ളമാണത്, തീർത്തും അടിസ്ഥാനരഹിതമാണത്, അനിസ്ലാമികമായ പ്രസ്താവമാണത്. സുന്നത്തമായത്തിന് ഇസ്ലാമിന്റെ പേരിൽ നിലകൊള്ളുന്ന ആളുകൾക്ക് പറയാൻ പാടില്ലാത്തതാണത് അല്ലേ. പരിശുദ്ധമായ സബീനയിലുള്ളത് അതിന് കാണും. ഇവർക്കൊരു വലിയ തന്തോസ അല്ലേ. അബ്ദുക്കൽ മിസ്കീൻ യർജു, അത് കേട്ടുകാണ്ടാ ഞാൻ ഇന്ന് പോകുന്നത്. എന്നാ അത് കേട്ടുകാണ്ടോണ്ട് പോര് അല്ലേ. നമുക്ക് കൂടെ വർക്ക് ചെയ്യാം. പതുക്കൊന്നുണ്ടാവുങ്ങിയാൽ മതി. എന്തേ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആൾക്കാരോട് പറയും എത്ര ഗ്രൂപ്പാണ് നമ്മൾ എയിലപ്പം നിൽക്കുക അല്ലേ. ഒരു ദിവസം നമ്മൾ ഒരു ഗ്രൂപ്പിലായി ഉറങ്ങിയാൽ നേരം വെളുക്കുമ്പോൾ വേറൊരു ഗ്രൂപ്പിലായിട്ടാണ് ഉണരുന്നത്. ഈ കോലത്തിൽ ഗ്രൂപ്പ് കളിയാണ്. അതുകൊണ്ട് ഞാൻ പയ്യോടത്തേക്ക് തന്നെ പോവുകയാണ്. നിങ്ങൾ ഈ വയല് കേട്ടു എന്നൊന്നും പറയണ്ട, ഈ പ്രസംഗമൊന്നും കേട്ടു എന്ന് പറയണ്ട, പതുക്കണ്ട ഉങ്ങിയാൽ മതി അല്ലേ. കുടുംബത്തിനും വലിയ സന്തോഷമാവും. അള്ളാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ. നമുക്കിപ്പോൾ ആ സാധു വന്നു കരുതി പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ ആരാധനയിലെ വിധേയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചിട്ടില്ലാത്ത കാര്യം പുണ്യകർമ്മമായിട്ട് പറയാൻ പാടില്ല. പുണ്യകർമ്മമാണോ റസൂല് പഠിപ്പിച്ചതായിരിക്കണം. ഇവരുടെ പാഠപുസ്തകം ഇസ്ലാമിക വിശ്വാസങ്ങൾ 3ാം ക്ലാസ്സിലേക്ക് കേനം എഡ്യൂക്കേഷൻ ബോർഡ് തയ്യാറാക്കിയ പുസ്തകത്തിൽ ഇനി ഇത് ഞങ്ങളെ ആശയമല്ല വേറൊന്നാണ് എന്നുണ്ടെങ്കിൽ അതിന് കൊടുന്ന് പറഞ്ഞാലേ, അപ്പൊ പിന്നെ ബാക്കി നോക്കാം. ഇതിൽ പറയുകയാണ്, ഈ ലോകത്ത് നമുക്ക് നന്മ ലഭിക്കണം, പരലോകത്തും നന്മ ലഭിക്കണം. അതിനുവേണ്ടി നാം ചെയ്യേണ്ട പുണ്യകർമ്മങ്ങൾ നമ്മെ പഠിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നത്. ആ കർമ്മങ്ങൾ ഒന്നൊഴിയാതെ അദ്ദേഹം അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്, ചെയ്ത് കാണിച്ചിട്ടുമുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം ഈ ലോകം വിട്ടുപോയത്. അതിനാൽ അദ്ദേഹം മാതൃക കാണിച്ചിട്ടില്ലാത്ത ഒരു കാര്യവും പുണ്യകർമ്മമായി നമുക്ക് ചെയ്യാൻ പാടില്ല.
അങ്ങനെ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കൽപ്പന ധിക്കരിക്കലാണ്. ഈ കാര്യം നാം എപ്പോഴും ഓർമ്മിക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാഠപുസ്തകത്തിലുള്ളതാ. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാം ചെയ്യേണ്ട കർമ്മങ്ങൾ ഒന്നൊഴിയാതെ കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. കാണിച്ചു തരാതെ പോയിട്ടില്ല, പൂർണ്ണമായി കാണിച്ചു തന്നു. അഥവാ ഇനി ഏതെങ്കിലും കാണിച്ചു തരാത്തൊരു കാര്യം ചെയ്യാണ് എങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കലാണ്. മാത്രമല്ല, ഇങ്ങനെ ചെയ്യുന്നത് ധിക്കാരമാണ് എന്ന കാര്യം നാം പ്രത്യേകം ഓർമ്മിക്കണം. എല്ലാ സമയത്തും ഓർക്കണം. അതിപ്പോ നബി കാണിച്ചു തന്നിട്ടില്ലല്ലോ, കുറച്ചോനെ ധിക്കാരാണല്ലോ. മറ്റത് നബി കാണിച്ചു തന്നിട്ടില്ലല്ലോ, ധിക്കാരാണല്ലോ. മൗലിദ് നബിദിനാഘോഷം നബി കാണിച്ചു തന്നിട്ടില്ലല്ലോ, ധിക്കാരാണല്ലോ. അങ്ങനെ ഓർത്തു കുത്തിരിക്കുക. വല്ലാത്തൊരു ഓർമ്മേക്കാരായി. ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞു തീരുമ്പോൾ മനസ്സിലാവും. ഒന്നത്. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതിന്റെ അപ്പുറത്ത് വല്ലതും ചെയ്താൽ എന്താണ്? ഇവരുടെ പാഠപുസ്തകത്തിൽ 4-ാം ക്ലാസ്സിലെ ഇസ്ലാമിക വിശ്വാസങ്ങൾ എന്ന പുസ്തകത്തിൽ 18-ാം പേജിൽ കാണാം, സുന്നത്തിന്റെ വിപരീതമാണ് ബിദ്അത്ത്, മതത്തിൽ പുതുതായി നിർമ്മിക്കപ്പെട്ടത്. നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ട പുണ്യകർമ്മങ്ങൾ ഇന്നതെല്ലാമാണെന്നും ഇന്ന വിധത്തിലാണെന്നും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടും ഉണ്ട്. ഇതിനു പുറമെ നബിക്ക് അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കും പഠിപ്പിച്ചു തന്നു. ഇതിന് പുറമെ ഇന്നതുകൂടെ പുണ്യമാണെന്ന് പറയുവാൻ മനുഷ്യർക്കാർക്കും അധികാരം ഇല്ല. ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്നൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയൊരു പുതിയ കാര്യത്തിന്റെ പുറമെ വേറൊന്നും കൂടെ വേണമെന്ന് പറയുവാൻ മനുഷ്യർക്കാർക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാത്ത മനുഷ്യർ, സ്വഹാബികളാകാം, ഖുലഫാക്കളാകാം, താബിഈകളാകാം, പണ്ഡിതരാകാം, ആരുമാകാം, ആർക്കും അധികാരമില്ല. അപ്പോ രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തരാത്ത സംഗതി വേറൊരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. ആര് പറഞ്ഞു? കേന്നം പറഞ്ഞു. അതെന്താ? ബിദ്അത്താണ്, ധിക്കാരാണ്. എല്ലാ ബിദ്അത്തും നോക്കുക. ആരാധനയിലെ ബിദ്അത്ത്. ഒന്ന്, റമളാൻ മാസത്തിൽ സുന്നികളൊക്കെ തറാവീഹ് എന്ന് പറയുന്ന, നിങ്ങൾ ഖിയാമു റമളാൻ എന്ന് വിശേഷിപ്പിക്കുന്ന നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പള്ളിയിൽ വെച്ച് നിർവഹിച്ച് പിന്നത് നിർത്തിവെച്ചു. അങ്ങനെ നിർത്തിവെച്ച് 2-3 ദിവസങ്ങളിൽ നിർവഹിച്ച് പിന്നത് നിർത്തിവെച്ചു ആ ജമാഅത്ത് നിസ്കാരം. ഫതൂഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ അംറു അലാ ദാലിക് ثم كان الامر على ذلك خلافه ابي بكر وصدرا من خلافه عمر بن الخطاب. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമു റമളാൻ എന്ന് പറയപ്പെടുന്ന ആ പ്രക്രിയ ജമാഅത്തായിട്ട്, എല്ലാവരും ഒറ്റ ജമാഅത്തായിട്ട് നിർവഹിക്കുന്ന പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർത്തിവെച്ചു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു നിർത്തിവെച്ചു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ ആദ്യഘട്ടത്തിലും ആ പരിപാടി നിർത്തിവെച്ചു. പിന്നീട് ഹദീസിൽ കാണാം, ഖറജ്തു മഅ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലൈലതൻ ഫീ റമളാൻ ഇലൽ മസ്ജിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഞാൻ പള്ളിയിലേക്ക് പോയി റമളാൻ മാസത്തിൽ രാത്രിയിൽ.
ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ആളുകളൊക്കെ അവിടെ നിൽക്കുമ്പോ ലൗ ജമഅതു ഹൗലാഇ അലാ ഖാരിഇൻ വാഹിദിൻ ലകാന അംസല ثم خرجت معه ليلة أخرى والناس يصلون بصلاة قارئهم قال عمر نعم البدعة هذه. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർത്തിവെച്ച പ്രക്രിയ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തന്റെ ഖിലാഫത്തിൽ നിർവഹിക്കാത്ത പ്രക്രിയ, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ ആദ്യഘട്ടത്തിൽ മാറ്റിവെച്ച പ്രക്രിയ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവരികയാണ്. ഒരാചാരം കൊണ്ടുവരിക, പുതിയത് ബിദ്അത്ത് കൊണ്ടുവരിക. ബിദ്അത്ത് കൊണ്ടുവരിക ആരാധനയാണ്. മൗലിദിനെ കുറിച്ച് പറയുമ്പോൾ പുതിയത് ഉണ്ടാക്കാന്ന് പറയുമ്പോൾ സാധാരണ ആളുകൾ പറയും, നിങ്ങൾ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നില്ലേ, ഗോൾഡൻ ജൂബിലി സൗധം നിങ്ങൾ ഉണ്ടാക്കണില്ലേ? അതൊക്കെ സാധാരണക്കാരൻ. നിങ്ങൾ കോളേജ് ഉണ്ടാക്കണില്ലേ, പുതിയതായി നബി ഉണ്ടാക്കിക്കണോ? അത് കോളേജല്ല, ആരാധനയല്ലല്ലോ. നിങ്ങൾ മദ്രസ ഉണ്ടാക്കണില്ലേ, അത് നബി ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് മദ്രസ അല്ലേ. നിങ്ങൾ KNM ഉണ്ടാക്കിയില്ലേ, അള്ളാന്റെ റസൂലാണ്, അത് KNM അല്ലേ. നിങ്ങൾ MGM ഉണ്ടാക്കിയില്ലേ, അത് MGM അല്ലേ. നിങ്ങൾ MSM ഉണ്ടാക്കിയില്ലേ, അത് MSM അല്ലേ. അത് റസൂൽ ഉണ്ടാക്കിയണോ? അതിന് ആരാധനയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പൊട്ടീസാക്കി അങ്ങനെ മാറ്റി നിർത്തും. ഞാൻ അതൊന്നും പറയുന്നില്ല, അതൊന്നും പറയുന്നില്ല. നിങ്ങൾ ഗോൾഡൻ ജൂബിലിയോ അല്ലെങ്കിൽ സിൽവർ ജൂബിലിയോ പ്ലാറ്റിനം ജൂബിലിയോ റൂബി ജൂബിലിയോ എന്തോ കൊണ്ടാടും, അതിനൊന്നും പിടിക്കണില്ല. ഒരു ആരാധന ആചാരം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്തത്, നിർത്തിവെച്ചത്, അത് അള്ളാഹുവിന്റെ റസൂൽ അല്ലാത്ത ഒരാൾക്ക് ഉണ്ടാക്കാൻ പാടുണ്ടോ? അങ്ങനെ ഒരു ബിദ്അത്ത് ആചാരമായി ചെയ്യാവോ ഇല്ലയോ? വിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നു, തിരുസുന്നത്ത് എന്ത് പഠിപ്പിക്കുന്നു? അല്ലേ? ബിദ്അത്ത് ആലോചിക്കുക. എല്ലാവരെയും കൂട്ടിയിട്ട് നബിയുടെ കാലത്തില്ലാത്ത, നിർത്തിവെച്ച, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്യാത്ത കാര്യം ഉമർ റളിയല്ലാഹു അൻഹു ആചാരമായി കൊണ്ടുവരികയാണ്. അല്ലേ? ഖിയാമു റമദാൻ ഒറ്റ ഇമാമിന്റെ കീഴിൽ ജമാഅത്തായിട്ട് നിർവഹിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുകയാണ്. അതേക്കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, നിഅ്മൽ ബിദ്അത്തു ഹാദിഹി, നിഅ്മൽ ബിദ്അത്തു ഹാദിഹി. ഈ ബിദ്അത്ത് തിരക്കേടില്ലാത്ത ബിദ്അത്താണ്, ചെയ്യേണ്ടതാണ്, നല്ലതാണ്. ഇത് ആചാരമല്ലേ, ആരാധനയല്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിവെച്ചതല്ലേ, ഉമർ റളിയല്ലാഹു അൻഹു ബിദ്അത്താണ് എന്ന് പറഞ്ഞതല്ലേ? അങ്ങനെ ഒരു ബിദ്അത്ത് ഉണ്ടാക്കാമെന്ന് അല്ല കൂട്ടരെ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന് വിശദീകരിക്കാൻ വിനയപുരസരം ആവശ്യപ്പെടുകയാണ്. ആരാധനയിൽ ബിദ്അത്ത് പറ്റില്ലെന്നോ, ആചാരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിക്കാത്തത് പറ്റില്ലെന്നോ ആര് പറഞ്ഞു? ആര് പറഞ്ഞു? എവിടുന്നാ നിങ്ങൾ ദീൻ പഠിച്ചത്? ആരാ നിങ്ങളെ വലിയ ഉസ്താദ്? ദീനിനെ കുറിച്ച് ഒരു മങ്കും തിരിയാത്തവനെ കൊണ്ടുവന്ന് ദീനിന്റെ അപ്പോസ്തലനായി മുഖാമുഖ നാടകം നടത്തുകയല്ല വേണ്ടത്. ഉമ്മത്തിന്റെ വിജയത്തിന് നിദാനമായ ദീനിന്റെ യഥാർത്ഥ ചിത്രം വരച്ചിടുകയാണ് വേണ്ടത്. ആരാടോ പറഞ്ഞത് അള്ളാന്റെ റസൂല് കാണിക്കാത്തത് ആചാരത്തിൽ പറ്റില്ലെന്ന്? നിങ്ങൾ നടത്തുന്നില്ലേ ഈ ബിദ്അത്ത് ആണ് എന്ന്? നേർക്കുനേരെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്
അതോ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കളവ് പറഞ്ഞതാണോ? വന്നിട്ട് വിശദീകരിക്കുക. മൗലൂദും ആഘോഷം നബി ചെയ്തിക്കണോ? നബി ചെയ്യാത്തത് പറ്റൂലേ? റമളാനു ഷരീഫിൽ ചെയ്യുന്നത് ബിദ്അത്താണ് എന്ന് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സർട്ടിഫൈ ചെയ്യുന്നു. നിഅമൽ ബിദ്അത്തു ഹാദിഹി. അത് ആ ആചാരം നിങ്ങളുടെ മസ്ജിദുകളിലില്ലേ? നിർത്തിവെക്കണോ മാന്യതയുണ്ടെങ്കിൽ? നിങ്ങളുടെ മണ്ടയിൽ രൂപപ്പെട്ട ആ ദീനാണ് നിങ്ങൾ പരിചയപ്പെടുത്തേണ്ടത് അല്ലേ? കഴിഞ്ഞോ? രണ്ടാമത്തെ ബിദ്അത്ത്, ഇന്നൽ അദാന യൗമൽ ജുമുഅത്തി കാന അവ്വലുഹു ഹീന യജ്ലിസുൽ ഇമാം യൗമൽ ജുമുഅ അലൽ മിംബരി ഫി അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്കർ വ ഉമർ റളിയല്ലാഹു അൻഹുമാ فلما كان في خلافة عثمان بن عفان وكثروا أمر عثمان يوم الجمعة بالأذان الثالث فثبت الأمر على ذلك. ബാങ്ക് ജുമാ നിസ്കാരത്തിന് രണ്ടാം ബാങ്ക് ആരുണ്ടാക്കിയതാണത്? ഇമാമ് മിമ്പർമ കയറിയിട്ടുള്ള ആ ബാങ്ക് ഉണ്ടല്ലോ, അത് മാത്രമേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളൂ. ആ സമയാകുന്ന സമയത്ത് കൊടുക്കുന്ന ബാങ്ക് ഉണ്ടല്ലോ, അത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് പുതുതാക്കി ഉണ്ടാക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലേ ഇല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അത് നിർവഹിച്ചിട്ടില്ലേ ഇല്ല അത്തരമൊരു ആചാരം. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആ ആചാരം നിർവഹിച്ചിട്ടില്ലേ ഇല്ല. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി ബാങ്ക് എന്ന് പറയുന്നത് ആചാരമല്ല കൂട്ടരെ, ആരാധനയല്ലേ അല്ലേ? അങ്ങനെ ഒരു ആചാരം ഉണ്ടാക്കിയിരിക്കുന്നു. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്യാത്തത്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചെയ്യാത്തത്, തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്തത് നിർവഹിച്ച മുബ്തദിയാണോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു? വന്നിട്ട് വിശദീകരിക്കുക. ആരാധനയിൽ ബിദ്അത്ത് പറ്റുമോ? മൗലൂദ് എന്ന് പറയുമ്പോൾ അതിനെ ചെയ്തുക്കണോ? എന്നിട്ട് ചിലവര് ചോദിക്കുക, 400 നൂറ്റാണ്ടിൽ ആരെങ്കിലും ചെയ്തുക്കണോ? 4 നൂറ്റാണ്ടിൽ ചെയ്തോ? നീ ചോദിക്കാൻ നീ ആരടാ? നീ അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? ഖുർആനിലുണ്ടോ എന്നല്ല നീ ചോദിക്കേണ്ടത്, തിരുസുന്നത്തിലുണ്ടോ എന്നല്ല നീ ചോദിക്കേണ്ടത്. വേണ്ട, 4 നൂറ്റാണ്ട് കാലത്തെ ആളുകൾ ചെയ്ത കാര്യങ്ങൾ 100% അംഗീകരിക്കാൻ നീ തയ്യാറാണോ? വേണ്ട. 3 നൂറ്റാണ്ട് കാലം ജീവിച്ച ആളുകൾ അവർ ചെയ്തത് മുഴുവൻ കാര്യങ്ങളും നീ അംഗീകരിക്കുമോ? വേണ്ട. 2 നൂറ്റാണ്ട് കാലം ചെയ്തത് നീ സ്വീകരിക്കാൻ ഒരുക്കമാണോ? വേണ്ട. 1 നൂറ്റാണ്ട് കാലം ജീവിച്ച ആളുകൾ ചെയ്തത് മുഴുക്കെ സ്വീകരിക്കാൻ നീ ഒരുക്കമാണോ? വേണ്ട. 1/2 നൂറ്റാണ്ട് കാലം ജീവിച്ച ആളുകൾ ചെയ്തത് മുഴുക്കെ ചെയ്യാൻ നീ തയ്യാറാണോ? എന്നിട്ട് 4 നൂറ്റാണ്ട് ഖുർആനും സുന്നത്തും വലിച്ചെറിഞ്ഞോ? 4 നൂറ്റാണ്ട് അത്രേ. 1/2 നൂറ്റാണ്ട് അംഗീകരിക്കോ? 1/2 നൂറ്റാണ്ട് അംഗീകരിക്കോ? മൗലിദ് എന്ന് പറയുമ്പോൾ അതിന് ഇറ്റങ്ങക്കാണ്ട് നെട്ടിച്ചാട്ട ഇങ്ങോട്ടാണ്ട് ഇനാമ്. ഇന്നാളുണ്ടൊരു നോട്ടീസിൽ എൻ്റെ വീടും പറമ്പും ഒന്നായിട്ട് തരാം. വല്ലാത്തൊരു ഇനാമ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, വെറുതെ ഇങ്ങനെ ബടായി അടിച്ച് നടക്കുക. അല്ല റിട്ടയർഡ് ഗൾഫ് വെക്കാനും പണിയൊന്നും ഉണ്ടാവില്ല അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ബാങ്ക് ഇങ്ങനെ ഒരു ആചാരം
ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയിട്ടുണ്ട്. ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ഉണ്ടാക്കിയിട്ടില്ല താനും. റസൂൽ ഉണ്ടാക്കാത്തത് ബിദ്അത്താണ്. റസൂൽ ഉണ്ടാക്കാത്തത് ആചരിക്കാൻ പാടില്ല, ധിക്കാരമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചു എന്നാണോ താങ്കൾ പറയുന്നത്? വിശുദ്ധ ഖുർആൻ വെച്ച് തിരു സുന്നത്ത് വെച്ച് വിശദീകരിക്കു വന്നിട്ട് ആരാധനയിൽ വിദഅത്ത് പറ്റൂലേ? മൗലൂദ് നബി ചെയ്തിക്കണോ? ഘോഷയാത്ര ഇവർ നടത്തിയിരിക്കണോ? ഇങ്ങനെ വട്ടത്ത് കുത്തുന്ന നബി ചെയ്തിക്കണോ? രണ്ടാം ബാങ്ക് നബി വിളിച്ചിക്കണോ? നബി നിർത്തിവെച്ചതല്ലേ ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും കൊണ്ടുവന്നത്? അത് ബിദ്അത്താണ് എന്ന് വിളിച്ചു പറയുകയും ചെയ്തില്ലേ? ആചാരമല്ലേ, ആരാധനയല്ലേ? എന്തു പറയാനുണ്ട്? വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുക. ആചാരം രണ്ടായി, ആരാധന രണ്ടായി, ബിദ്അത്ത്, ധിക്കാരം. ഉമർ റളിയല്ലാഹു അൻഹു ധിക്കാരം ചെയ്തു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീണ്ടും ധിക്കാരിയായി മാറി. അതല്ലേ വഹാബി നീ പറയേണ്ടത്? 3 തക്ബീർ. ഇത് നിങ്ങളുടെ പുസ്തകം ഇസ്ലാമിക കർമ്മപാഠം 6ാം ക്ലാസ്സിലേക്കുള്ളത് അല്ലേ? ഈ പുസ്തകത്തിൽ പെരുന്നാൾ ദിവസങ്ങളിൽ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഫിത്ർ ദിനത്തിൽ നമസ്കാര സ്ഥലത്തേക്ക് പുറപ്പെടുന്നത് മുതൽ നമസ്കാരം കഴിയുന്നത് വരെയും, ബലിപെരുന്നാളിന് അറഫ ദിനത്തിൽ സുബഹി മുതൽ ദുൽഹജ്ജ് 13-ന് അസർ വരെയുമാണ് സുന്നത്ത്. തക്ബീർ ചൊല്ലൽ. തക്ബീറിന്റെ രൂപത്തെക്കുറിച്ച് വിശ്വാസയോഗ്യമായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒന്നും വന്നിട്ടില്ല. എന്താ പറഞ്ഞ്? ആദ്യം എന്തേ പറഞ്ഞു? ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാൾക്കും കുറെ സമയം നിശ്ചയിച്ച് പറഞ്ഞിട്ട് തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. നേരത്തെ പുസ്തകത്തിൽ എന്താ പറഞ്ഞത്? നേരത്തെ പുസ്തകത്തിൽ എന്താ പറഞ്ഞേ? നബി ഒന്നും ബാക്കിയാക്കി പോയിട്ടില്ല. എല്ലാ കർമ്മങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നൊഴിയാതെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തരാത്ത ഒരു കാര്യം ചെയ്താൽ അത് ധിക്കാരമാണ് എന്ന് എല്ലായ്പ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യവും വിട്ടേച്ച് പോയിട്ടില്ല എന്ന് നിങ്ങൾ എഴുതി. ഇവിടെ എന്താ പറഞ്ഞേ? തക്ബീറിന്റെ രൂപത്തെക്കുറിച്ച് വിശ്വാസയോഗ്യമായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒന്നും വന്നിട്ടില്ല. എന്താ കാട്ട വഹാബി? തക്ബീർ എല്ലാം പറഞ്ഞിരിക്കുന്നു. പൊന്നു അബീബന്മാരെ, തക്ബീർ എന്നാ ചൊല്ലിക്കോളി, തക്ബീർ. ഇങ്ങനെ ചെറിയൊരുനാളായ നിങ്ങൾ പറഞ്ഞ ടൈമുണ്ടല്ലോ, ഏത്? ഫിത്റിന് ദിനത്തിൽ നമസ്കാര സ്ഥലത്തേക്ക് പുറപ്പെടുന്നത് മുതൽ നമസ്കാരം കഴിയുന്നത് വരെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ചെല്ലാൻ പറ്റുമോ? പറ്റൂല. എന്തേ? നബി പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിക്കാത്ത ചെയ്താ വിദേഹത്താണ്. അതോ ധിക്കാരം. അള്ളാന്റെ റസൂലിനെ ധിക്കരിക്കാവോ? ഓ ഭീകരം അല്ലേ? അപ്പൊ എന്താ ഇനി വഹാബി പെരുന്നാക്ക് കാട്ടേണ്ടത്? തക്ബീർ സുന്നത്താണ്. അപ്പൊ എങ്ങനെയാ ചെല്ലുക? തക്ബീർ സുന്നത്താണ്. എത്ര സമയം ചെല്ലണം? പ്രഭാതത്തിൽ നിസ്കാരത്തിന് പോകുന്നവരെ, നിസ്കാരം കഴിയുന്നത് വരെ തക്ബീർ. എങ്ങനെ ചെല്ലണം? തക്ബീർ സുന്നത്താണ്. നബി പഠിപ്പിച്ചോ? ഇല്ല. അതുകൊണ്ട് വിദേഹത്താണ്. അഥവാ ചെയ്താല് ധിക്കാരമാകും. എന്തേ കാര്യം? പഠിപ്പിച്ചിട്ടില്ല. നിങ്ങളൊരു ദീനുൽ ഇസ്ലാം, നിങ്ങളിങ്ങനെ വലിയ കോമാളിയാളായി ഇങ്ങോട്ട് വന്നിട്ട് അവതരിപ്പിച്ച് പോകുക. നിങ്ങൾക്ക് കോമാളിത്തരം കുറച്ച് ഞാൻ പഠിപ്പിച്ചു തരാം. ദീനറിയണം കൂട്ടരെ. വലിയ കുപ്പായിട്ടെങ്ങാണ്ട് ഏതെങ്കിലും മദനിയോ സലാഹിയോ എഴുതി കൊടുത്ത നോട്ടേറ്റ് നടന്നിട്ട് കാര്യമില്ല. ഇനി തലക്കെന്ന് പഠിച്ചോ.
സക്കരിയ പോയത് വലിയ ക്ഷീണ, അത് ഓനറിയാ. ഈ സാധുവിനായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചിക്കണ്. മജീദ് ഉദയ് വേറെ സംസാരിച്ചിക്കണ്. ഇന്നാള് ഞാൻ ഒന്ന് കണ്ടപ്പോ ഓർമ്മപ്പെടുത്തി, മക്കത്ത് വെച്ച് കണ്ടപ്പോ പരിചയല്ലേ, അസ്സലാമു അലൈക്കും എന്ന് പറയാൻ വേണ്ടി ചെല്ലാണെന്ന് കരുതി മൂപ്പര അടുത്തേക്ക് വന്നപ്പോ, എന്തൊക്കെ സുഖല്ലേ, പരിചയമില്ല? ആ വേങ്ങരന്ന് കണ്ട് പരിചയമുണ്ട്, വഴിക്കടവല്ലേ ചോദിച്ചു. നീ എത്രയുണ്ട് എന്ന് നിന്നെ നേർക്കുനേരെ സംസാരിച്ച് ഒഴിഞ്ഞിരുന്നു റൂമിൽ നിന്ന് സംസാരിച്ചതാ. എനിക്കറിയാം എത്ര ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചെള്ളി ചാടിയ മുട്ടങ്ങലോളം, പിന്നെ ചാടിയ ചട്ടിയോളം. എന്നിട്ട് പറയാണ്, അപ്പൊ തക്ബീർ അള്ളാന്റെ റസൂൽ അങ്ങനെ ഒരു തക്ബീർ ആരാധന, ആചാരം, അനുഷ്ഠാനം പഠിപ്പിച്ചിട്ടില്ലേ ഇല്ല. ആര് പറഞ്ഞു? KNMന്റെ പുസ്തകം. എന്നിട്ട് പറയണം, സൽമാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇങ്ങനെ സഹീഹായി വന്നിട്ടുണ്ട്. സൽമാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ബിദ്അത്ത് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നർത്ഥം. എങ്ങനെ? സൽമാൻ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ ബിദ്അത്ത്. അജീബ് സാഹ് പറയണത്, ഏതായാലും സുന്നിന്ന് പോയപ്പോ ഈ തക്ബീർ എങ്ങനെയാണെന്നൊന്ന് പഠിച്ചിട്ട് കൂടിയാൽ മതി. ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള തക്ബീർ. സൽമാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇങ്ങനെ നബി പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു ബിദ്അത്ത്, ധിക്കാരം സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പഠിപ്പിച്ചത് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ധിക്കാരപൂർവ്വം എഴുതിയിരിക്കുന്നു. എന്താ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ കബീറ. ഇത് വഹാബിക്ക് ചെല്ലാൻ പറ്റുമോ? പറ്റില്ല. എന്തേ കാര്യം? പരിശുദ്ധ റസൂൽ പഠിപ്പിച്ചില്ല. പഠിപ്പിക്കാത്തത് ചെയ്താൽ ബിദ്അത്താണ്. ബിദ്അത്തായാൽ ധിക്കാരമാണ്. ആരാധനയുടെ പേരിൽ ധിക്കാരം അരുത് കാട്ടാളാ. അല്ലേ? 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 ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ പാഠപുസ്തകത്തിലൂടെ കടുത്ത ബിദ്അത്ത് എഴുതി ഈ പാമര ജനങ്ങളെ വിഡ്ഢികളാക്കിയതിനേക്കാൾ നല്ലത് നിങ്ങളുടെ ഈ വൃത്തികെട്ട പ്രസ്ഥാനം പിരിച്ചുവിടുകയല്ല കൂട്ടരെ വേണ്ടത്? അല്ലേ?